അപ്പോൾ അടുത്ത ചോദ്യം 24, ക്വസ്റ്റ്യൻ നമ്പർ 24. 24ാമത്തെ ചോദ്യം. Both the roots of the quadratic equation x minus b into x minus c plus x minus c into x minus a plus x minus a into x minus b is equal to 0 are രണ്ടിൻ്റെ നേച്ചർ എന്താണ്? ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് സ്ക്വയർ, സോ 3x സ്ക്വയർ. ദെൻ ഇവിടെ എക്സ് ഇൻറ്റു ഇവിടെ നിന്നുണ്ടാവും, ഇവിടെ ഒരു ബി പ്ലസ് സി ഉണ്ടാവും, ഇവിടെ സി പ്ലസ് എ ഉണ്ടാവും, അവിടെ എ പ്ലസ് ബി. പിന്നെ കോൺസ്റ്റൻറ്റ് ടേംസ് ഇവിടെ ബി സി പ്ലസ് എ സി പ്ലസ് എ ബി, ഇവിടെ ബി സി, ഇവിടെ എ സി എ ആൻഡ് ഇവിടെ എ ബി. ദിസ് വിൽ ബി 3x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് പുറത്തേക്ക് എടുത്താൽ എ പ്ലസ് ബി പ്ലസ് സി plus BC plus AC plus AB. So when you look at this, this is A, this part is B and this entire part is C. Either real or negative depends on the nature of discriminant. Discriminant is equal to B square minus 4AC. If already capital small ABC, the other one capital ABC. B square, that is equal to minus 2 into A plus B plus C whole square minus 4 into 3 into BC plus AC plus AB. ഇതാണ് ഡിസ്ക്രിമിനൻ്റ് വാല്യൂ D. That is equal to 4 times A plus B plus C minus 12 times BC plus AC plus AB. ആ 4 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ D by 4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ A plus B plus C whole square minus 3 times B minus C plus AC BC plus AC. ആ 4 ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈക്വൽ ടു 0 ഇടാൻ പറ്റില്ലല്ലോ, 4 ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതെന്താവും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ഇവിടെ പ്ലസ് 2ab ഉണ്ടാവും, മൈനസ് അതുപോലെ മൈനസ് പ്ലസ് 2ab മൈനസ് 3ab, സോ മൈനസ് എ ബി പ്ലസ് 2bc മൈനസ് 3bc, സോ മൈനസ് ബി സി മൈനസ് എ സി. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു കാര്യം 1/2 കൊടുക്കാം, 2 എടുക്കാം, മൾട്ടിപ്ലൈങ് ആൻഡ് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2. ശരിക്കും 4 ഇവിടെ നിർത്താൻ അതിന് കുഴപ്പമൊന്നുമില്ല. 2a സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ പ്ലസ് 2c സ്ക്വയർ മൈനസ് 2ab മൈനസ് 2bc മൈനസ് 2ac. ഇതെന്താ പരിചയമുള്ള ആൾക്കാർക്ക് അറിയുന്നത്? ദിസ് ഈസ് നത്തിങ് ബട്ട് a മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് ഈ ഐഡൻറ്റിറ്റി ഒന്ന് പഠിച്ചു വെച്ചേക്കും, b മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് a മൈനസ് സി ഹോൾ സ്ക്വയർ. ഇതൊന്ന് തിരിച്ചും കൂടെ ചെയ്ത് നോക്കിയാൽ മതി, പരിചയമില്ലാത്തതിനെ കൊണ്ട് when you are used to it directly. ഇവിടെ a സ്ക്വയർ, ഇവിടെ b സ്ക്വയർ, b സ്ക്വയർ, a സ്ക്വയർ അഗെയിൻ b സ്ക്വയർ, 2a സ്ക്വയർ 2b സ്ക്വയർ 2 സ്ക്വയർ, പിന്നെ ഒരു മൈനസ് 2ab മൈനസ് 2bc മൈനസ് 2ac ഉണ്ടാവും. സോ യു ഗെറ്റ് ദിസ്. സോ അൾട്ടിമേറ്റ്ലി d by 4, 2 കൂടി ക്യാൻസൽ ചെയ്ത് d by 2. ഇതെന്താ? ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ആ പാർട്ട് ഗ്രേറ്റർ ദാൻ 0, ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്, സോ ഇറ്റ്സ് പോസിറ്റീവ്. സോ ദ ഹോൾ തിങ് ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ ദാറ്റ് മീൻസ് d is greater than 0. So the roots are what? Real. No doubt about it. Equal ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, റൂട്ട്സ് ആർ റിയൽ. ദാറ്റ് വി can be sure of. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ലീഡിങ് കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണ്. സോ ഓപ്ഷൻ ഇസ് സി. ഒരു സാധാരണ ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണത്. ക്വസ്റ്റ്യൻ നമ്പർ 25. Question number 25. If P and Q are the roots of x square plus px plus q equal to 0, P and Q are the root. P plus Q sum എന്ന് പറഞ്ഞാൽ P plus Q minus B by A minus P. So P plus Q is equal to minus P. 2P plus Q equal to 0. And the product PQ is equal to C by that is Q. That means P equal to 1. So 2 plus Q is equal to 0 or Q is equal to minus 2. Q equal to minus 2. ഇതാണ് അതിൻ്റെ വാല്യൂസ്. അതന്നെ ചോദിച്ചിരിക്കുന്നത്. What is then P is equal to 1 or 0? P is equal to 1. P is equal to 0 ആയി കഴിഞ്ഞാൽ പറ്റില്ല. P is equal to 1. Then P and Q are good. Then P is equal to
1 and 1 and 2 ഓപ്ഷനില്ല, സോ അതുകൊണ്ട് 1 മാത്രം. ഓപ്ഷൻ എ. അടുത്ത് അപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. Q is equal to -2. Q ചോദിച്ചിരുന്നെങ്കിൽ നമുക്കത് വേണമായിരുന്നു, ഇല്ലെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് വിത്ത് ദിസ് പർട്ടിക്കുലർ തിങ്. 26ാമത്തെ ചോദ്യം. PQR P, Q, R are positive and are in AP. So Q is equal to P plus R by 2. എന്തുകൊണ്ടാണ്? ദറ്റ് ഈസ് ഇൻ AP ആയതിനെ കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. Then the roots of the quadratic equation are real for. ഇതിൻ്റെ are real. They are real. എപ്പോഴാണ് റിയൽ? If B square minus 4AC is greater than. പല മിക്കവാറും എല്ലാ ചോദ്യവും ഇതേ കോൺസെപ്റ്റിൽ തന്നെയാണ് പോകുന്നത് അല്ലേ. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? റിയൽ 4. ഓപ്ഷൻ എന്താ? ഓപ്ഷനും കൂടി ഒരു കണ്ണ് ഓപ്ഷനിൽ വേണം. മോഡുലസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. നോക്കാം. B square minus 4AC is greater than 0. That is Q square minus 4PR is greater than or equal to 0. Okay, here it is. P plus R by 2 whole square minus 4PR is greater than or equal to 0. P square plus R square plus 2PR. ഇവിടെ ഒരു 4 ഉണ്ട്. PR greater than or equal to 0. Or P square plus R square minus 14PR is greater than or equal to 0. അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല ഓപ്ഷനായിട്ട്. സോ വി ഹാവ് ടു ഡു സംതിങ്. ഒന്നുകിൽ R by P അല്ലെങ്കിൽ P by R. സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാം? നമുക്ക് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ R square. R square കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. Plus 1 minus 14 P by R is greater than or equal to 0. So this is P by R whole square minus 2 into 7 into P by R. ഓക്കെ, ഞാൻ 7 ഇപ്പുറം എഴുതി. പ്ലസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതുകൊണ്ടാണ് ഇത് വന്നത് ഈ. ഓക്കെ ഗോഡ്. ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പോവുക. എന്താണ്? P by R whole square minus 2 into P by R into 7 plus ഇവിടെ എന്താ? പ്ലസ് 49 plus 1 minus 49 greater than or equal to 0. Adding and subtracting 49. അപ്പോൾ ഈ 3 ഭാഗം കൂടി എന്തായി? ഈ പറഞ്ഞിരിക്കുന്നത് ഈ 3 കൂടി എന്തായി? That is nothing but P by R minus 7 whole square 1 49 plus minus 48 is greater than or equal to 0, or P by R minus 7 whole square greater than or equal to 48. That means P by R minus 7 is greater than or equal to എന്തായിരിക്കും? ഇതിൻ്റെ റൂട്ട് 4 root 3. പക്ഷേ ഇതിൽ 2 വാല്യൂ ആണ്, പ്ലസ് ഓർ മൈനസ്. സോ വാട്ട് യു വുഡ്? യു പുട്ട് മോഡ്. സോ P by R minus 7 is greater than ഓപ്ഷൻ ഡി. നല്ലൊരു ചോദ്യമാണത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് ഓപ്ഷനുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യും. ഇവിടെ തീർന്നു ചോദ്യത്തിൻ്റെ തിയറി പാർട്ട്, ഇവിടെ തീർന്നു. ദിസ് ഈസ് പ്യുവർ ആൾജിബ്ര പാർട്ട്. ഇതാണ് സാധാരണ JEE ക്വസ്റ്റ്യൻസിനുള്ള കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. JEE ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത ഇത് തന്നെ. ഇതൊരു JEE ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം. സാധാരണ ആപ്ലിക്കേഷൻ, റീഡർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്യുവർ ആപ്ലിക്കേഷൻ. പക്ഷേ അതേസമയം ഇവിടെ എത്തിയപ്പോൾ ഒന്ന് കുഴങ്ങി. ഇതും ഓപ്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓപ്ഷനെ ബന്ധിപ്പിക്കാൻ എന്ത് ചെയ്തു? ഇതാണ് അതിലുള്ള ട്രിക്ക്. ഓപ്ഷൻ നോക്കിയപ്പോൾ R by P അല്ലെങ്കിൽ P by R. സോ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ R square. ഒന്ന് ശ്രമിച്ച് നോക്കി. സോ യു ഗോട്ട് ദ ആൻസർ. Question number 27. The number of roots, അതൊന്നുമില്ല, LCM എടുക്കുക. Take LCM, simplify, form a quadratic equation and solve. അല്ലെങ്കിൽ B square minus റിയൽ സൊല്യൂഷൻ അല്ല ചോദിക്കുന്നു.
ബി സ്ക്വയർ മൈനസ് 4ac ആണ്, അല്ലെങ്കിൽ സോൾവ് ചെയ്യുക ഡയറക്ട്ലി. യു ഗെറ്റ് ദ ഇക്വേഷൻ. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി 2 സൊല്യൂഷൻസ്. 28. The roots of the equation are equal. 28ാമത്തെ ചോദ്യം. The roots of the equations are equal. ഇവിടെ a എന്ന ഓപ്ഷൻ a is equal to capital A എഴുതാം. Let the quadratic equation be of this form: ax square plus bx plus c equal to 0. Capital A എന്താ 1, capital B തന്നിരിക്കുന്നത് 2 times 3a plus 5, and c is equal to 2 times 9a square plus 25. So b square minus 4ac are real and equal when a is, the roots are real when a equal to, okay, real avano, so b square is greater than or equal to 0. That means 4 times 3a plus 5 whole square minus 4 into a into c ആണ് 2 times 9a square plus 25 should be greater than or equal to 0. 4 into 9a square plus 30a plus 25 minus 8 9 72a square minus 72a square minus 72a square 25 minus 200 greater than or equal to 0. 36 ഇവിടെ 36 minus 72, so minus 36a square plus 120a 100 minus 100 is greater than or equal to 0. ഇവിടെ സാധാരണഗതിയിൽ ഒരു 4 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാം. 2 സ്റ്റെപ്പായിട്ട് ഞാൻ ഒറ്റ സ്റ്റെപ്പ് ചെയ്യാവുന്നതുള്ളൂ. ശരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത് -4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അങ്ങനെ ഇൻഇക്വാലിറ്റി ചേഞ്ച് ആവും. അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. minus 9a square plus 30a minus 25 is greater than or equal to 0, or in the next case, that is multiplying throughout by -1. എന്ത് ചെയ്താൽ മതി? ആദ്യമേ ഒന്നിച്ച് ചെയ്താൽ -4 ഉണ്ട്. So 9a square minus 30a plus 25, 30a plus 25 is less than or equal to 0. ഇതാ 3a minus 5 whole square is less than or equal to 3a 5. 9a square 15 to 30, yes 25. ഇതാണ് കണ്ടീഷൻ കിട്ടിയിരിക്കുന്നത്. So what is asked? When the value of a is equal to, greater than അല്ല, equal to ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ചെറിയൊരു കൊടുക്കണ്ട്. എന്താ കൊടുക്കുക? is equal to എന്ന് ചോദിച്ചു. what is the minimum value, greater value എന്ന് ചോദിച്ചു. is equal to. മതി. ഓക്കെ ഉണ്ടല്ലോ, ഇവിടെ തന്നെ ഉണ്ട്. എന്താണ് ഒരു സാധനം ക്ലെയിം ചെയ്യുക? എന്താ ക്ലെയിം ചെയ്യുന്നത്? this cannot 3a minus 5 whole square cannot be negative. അപ്പോൾ എന്തുണ്ടായി? this cannot be, പിന്നെ എങ്ങനെ ലെസ് ദാൻ ഓർക്ക്? that means what happens? 3a minus 5 ചെറുതാവാൻ cannot be less than 0. So it can be equal to 0. That means 3a minus 5 equal to 0. a is equal to 5 by 3. b square minus 4ac apply ചെയ്തു. പക്ഷേ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള കേസ്, ലെസ് ദാൻ ഓർ ഈക്വൽ, ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ, അത് പറ്റില്ല. because a b c are all real, so therefore value is 5 by 3. Question number 29. The quadratic equation whose roots are reciprocal of the other. ഇതിൻ്റെ reciprocal, ഇതിൻ്റെ roots, let the roots be x, alpha beta എടുക്കുക, x എടുക്കുക. ഇതിൻ്റെ റൂട്ട്സ് എക്സ് ആണെങ്കിൽ, അതിന് വേരിയബിൾ, അതിൻ്റെ വാല്യൂ ആൽഫയാണ്. ഇതിൻ്റെ ആൽഫ ആണെങ്കിൽ എന്താ? നെക്സ്റ്റ് ദ റെസിപ്രോക്കൽ, ദ റൂട്ട്സ് ഓഫ് അടുത്ത ഇക്വേഷൻ്റെ റൂട്ട്സ് എന്താ? റെസിപ്രോക്കൽ എന്താ? 1/α. ആ ഇക്വേഷൻ എന്തായിരിക്കും? 1/α സ്ക്വയർ മൈനസ് 3/α പ്ലസ് 2 ഈക്വൽ ടു 0 അല്ലേ? അതിന് ആൽഫ സ്ക്വയറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 മൈനസ് 3α പ്ലസ് 2α സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.
ഇക്വേഷൻ നമ്മൾ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. 2x² minus 3x plus 1 equal to 0. Option B. Question number 30. A plus B plus C is equal to 0. A comma B comma C are rational numbers. Then both the roots are rational, irrational, non-real, 0. ഇത് വെച്ച് പറയാൻ പറ്റുമോ? ഇൻസഫിഷ്യൻ്റ് ആണോ നോക്കാം. എനിവേ വി വിൽ ഫൈൻഡ് ഡിസ്ക്രിമിനൻ്റ് ഒന്ന് കണ്ടുനോക്കാം. b² minus 4ac. എന്ത് ചെയ്യാം? ഒന്നും കാണുന്നില്ലല്ലോ അതിൻ്റെ അകത്ത്. a plus b plus c is equal to 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ this implies that b is equal to minus a plus c. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് എ പ്ലസ് സി എ പ്ലസ് സി ഒക്കെ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ കണക്കുന്നത് minus 4ac. That is a² plus c² plus 2ac minus 4ac. a² plus c² minus 2ac, or this is equal to a minus c whole square. Discriminant ഒരു discriminant is a perfect square. Discriminant perfect square ആണ് square number. Discriminant is equal to a square number. അപ്പോൾ അതെന്തുണ്ടായി? Therefore both the roots are rational. Question number 31. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ തുടക്കത്തിൽ അല്ലേ? കാരണം ഇറാഷണൽ ആകുമ്പോൾ എപ്പോഴാണ് ഡിസ്ക്രിമിനൻ്റ് സ്ക്വയർ നമ്പർ അല്ലാതെയാവും. ഡിസ്ക്രിമിനൻ്റ് b² minus 4ac 36 49 ഒക്കെ ആവുന്ന സമയത്ത് റൂട്ട് വരുമ്പോൾ റാഷണൽ ആവും. ഇവിടെ അതൊരു സ്ക്വയർ നമ്പർ, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ therefore you get rational roots. ചോദ്യം ഇൻസഫിഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചെങ്കിലും, ഡാറ്റ ഇൻസഫിഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ കൃത്യമായി കിട്ടി. Question 31. The equation x² plus px plus q equal to 0 and x² plus p dash x plus q dash is equal to 0 has common roots. x² plus p dash x plus q dash is equal to 0. Then it is equal to common root എന്തായിരിക്കും? നമ്മൾ ക്രൈമേഴ്സ് റൂളിനെ പറ്റി ചർച്ച ചെയ്തു. x² x1 ഇവിടെ നിന്ന് b1 മുതൽക്ക് p എഴുതാം, q എഴുതാം, 1 എഴുതാം, p എഴുതാം. അടുത്തത് p ഡാഷ് എഴുതാം, q ഡാഷ് എഴുതാം, 1 എഴുതാം, 1 എഴുതാം, p ഡാഷ് എഴുതാം. സോ x² ഡിവൈഡഡ് ബൈ, ഇവിടെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് എഴുതിയെന്ന് മാത്രം, ഇത് വേണം. ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് ദിസ് ഷുഡ് ബി റിട്ടൺ. ഡയറക്റ്റായിട്ട് എഴുതാം, പറഞ്ഞു എന്ന് മാത്രം. തിയറി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഞാൻ അതുകൊണ്ട് പറഞ്ഞു. പി ക്യു എക്സ് അല്ലേ കാണേണ്ടത്, ഇത് മാത്രം എടുക്കാം. എക്സ് ഡിവൈഡ് ബൈ ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ പി ഡാഷ് മൈനസ് പി. എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഡിവൈഡഡ് ബൈ പി ഡാഷ് മൈനസ് പി. ഓപ്ഷൻ സി തിരിച്ചിട്ടാണ്, മൈനസ് പുറത്തേക്ക് ഇട്ടാൽ മതി. Option C is the correct answer. 32. The value of C for which magnitude of alpha minus beta 7/4 are the roots of this equation. Value of C where alpha and beta are roots. So alpha and beta are the roots of this equation. Is an equation 2x² plus 7x plus c equal to 0. Therefore alpha plus beta is equal to minus 7/2 and alpha beta is equal to c/2. മോഡുലസ് അതിന് പുറത്ത് വരാനുള്ളൊരു മാർഗം സ്ക്വയർ ചെയ്യാന്നുള്ള is equal to 49/16. So this is alpha plus beta into alpha minus beta whole square is equal to 49/16. This is alpha plus beta whole square into ഈ ആൽഫ മൈനസ് ബീറ്റ നമുക്ക് മാറ്റി എഴുതാം. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ
whole square, this is equal to 49 by 60. What is alpha plus beta whole square? So here it is 49 by 4 out of it into 4 into ഇവിടെ 49 by 49 പോയി 4 പോയി 4 വന്നു. This can be rewritten as 8 by 4. So 49 minus 8c divided by 4 is equal to 1 by 4. Solve for c from this. അടുത്തത് 33. One of the roots of the equation is unity. Therefore the value of ഒന്ന് യൂണിറ്റി ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അകത്ത് പി സ്ക്വയർ പ്ലസ് ക്യൂ നോക്കി ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. എക്സ് 1 യൂണിറ്റി, എക്സ് ഇസ് ഈക്വൽ ടു 1 is a root. Therefore the p into 1 plus q into 1 plus r is equal to 0. ലളിതമായിട്ട് സെയിം ഓപ്ഷൻ സി. 34 ഇത് സാധാരണ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട്, പലർക്കും അറിയാം ഇതെങ്ങനെ ചെയ്യണമെന്ന്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എക്സെട്ര ഇതിൻ്റെ വാല്യൂ ഓഫ് എക്സ്, ഇതിൻ്റെ വാല്യൂ അതായത് റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് ഓഫ് 1 അങ്ങനെ റൂട്ട് അങ്ങനെ ഇൻഫിനിറ്റി പോവാം. അപ്പോൾ ഒരു സംശയം, ഒരു കാര്യം ചോദിക്കട്ടെ. വൈ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. സം ഓഫ് ഫസ്റ്റ് ഇൻഫിനിറ്റ് നാച്ചുറൽ നമ്പേഴ്സ് അത്രയായിരിക്കും. ഒരു ഇൻഫിനിറ്റ് വലിയ സംഖ്യ ആയിരിക്കും അല്ലേ, വലിയൊരു സംഖ്യ ഇൻഫിനിറ്റ് നമുക്ക് വിചാരിക്കാം. അതിൻ്റെ അകത്ത് ഞാൻ ഒന്നാം കുറച്ച് അതിന് തൊട്ടുപ്പുറം വരെയുള്ള സംഖ്യ എടുത്തു. അപ്പോഴെന്താ ഇൻഫിനിറ്റി എന്തായാലും കൂടി ഇൻഫിനിറ്റി. അതിൻ്റെ അകത്ത് 1 കുറച്ചാലോ, ഒരു നമ്പർ കുറച്ചാൽ അപ്പോഴും ഇൻഫിനിറ്റി തന്നെയാണ്, 2 കുറച്ചാൽ അപ്പോഴും ഇൻഫിനിറ്റി തന്നെയാണ് അല്ലേ. അപ്പോൾ സോ ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ് എക്സ് ഇസ് ഈക്വൽ, അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. 1 പ്ലസ് ഇവിടെ മുതൽക്ക് ഇവിടം വരെയുള്ളത് അത് ഞാൻ വേണമെങ്കിൽ മാറ്റി എഴുതാം. റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അതെന്താ, അത് വീണ്ടും എക്സ് തന്നെയാണ്. അതാണ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത. അത് വീണ്ടും എക്സ് തന്നെയാണ്. എക്സ് മൈനസ് 1 എന്നൊന്നും പറയരുത്, കാരണം അതുകൊണ്ടാണ് ഈ എക്സാമ്പിളിലൂടെ പറഞ്ഞത്. സ്ക്വയറിങ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ്. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ്, സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 5 ഡിവൈഡ് ബൈ 2. രണ്ട് വാല്യൂ ഉണ്ട്. 1 മൈനസ് റൂട്ട് 5 ഡിവൈഡ് ബൈ 2, 1 പ്ലസ് റൂട്ട് 5 ഡിവൈഡ് ബൈ 2. ഇതിൽ ഏതെടുക്കും? എക്സിൻ്റെ വാല്യൂ ഇതാണെന്നാണ് പറയുന്നത്. ഇതാവുമോ? ആവില്ല. എന്തുകൊണ്ട്? ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഇതിന് ഇറ്റ്സ് ക്യാൻസൽഡ് ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് 1 പ്ലസ് റൂട്ട് 5 ബൈ 2. ഒന്നുകൂടി പറയാം, ഇത് ഒന്നൊഴികെയുള്ള കാര്യം. ഇത് നമ്മുടെ ഡിഫറൻസിയേഷന് നമ്മൾ ചെയ്യാറില്ല, സെയിം ടെക്നിക്ക്. That is y equal to x raised to x raised to x x raised to etc. up to infinity. X raised to x raised x raised to x raised to x raised to etc. up to infinity. Same concept is being used. So question number question number 35 ലേക്ക് പോവാം. Question number 35. The harmonic mean of the roots of the equation. Harmonic mean. എന്തായിരുന്നു harmonic mean? Arithmetic mean, geometric mean and harmonic mean. What is the harmonic mean of A and B? ആദ്യം arithmetic mean വേണം. What is the arithmetic mean of A and B? Arithmetic mean of A and B is equal to A plus B by 2. And geometric mean of A comma B is equal to root of AB, and therefore harmonic mean therefore alla harmonic mean, what is that? 2AB divided by A plus B, 2AB divided by A plus B. So now harmonic means of the roots, let alpha comma beta be the roots.
So alpha plus beta is equal to 4 plus root 5 divided by 5 plus root 2 എന്ന് പറഞ്ഞാൽ minus b by a. Alpha beta is equal to 8 plus 2 root 5 divided by 5 plus root 2. That is, this is nothing but this is equal to minus b by a and this is equal to c by a. അതെടുത്തു ഇനി നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഹാർമോണിക് മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ ബീറ്റ ഉണ്ട്, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ക്യാൻസൽ ആവും. യു ക്യാൻ ടേക്ക് എ 2 ഔട്ട്സൈഡ്, ആൻസർ വിൽ ബി 2. ചെയ്ത് നോക്കിയാൽ മതി. 2 ഇതിവിടെ വരും. സോ 8 plus 2 root 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into ന്യൂമറേറ്ററിൽ 8 plus 2 root 5 divided by 5 plus root 2 divided by a plus b. 4 plus root 5 divided by 5 plus root 2. ഈ 5 plus root 2 5 plus root 2 ക്യാൻസൽ. ഇവിടെ 2 പുറത്തേക്ക് എടുക്കാം. So you will get the answer straight away. 36. Question number 36. Question number 36. Modulus of x square plus mod x minus 6 is equal to 0. Mod x plus 3 into mod x minus 2 is equal to 0. Mod x cannot be equal to minus 3. Mod x can be equal to 2. Therefore x is equal to plus or minus 2. Two distinct roots. Question number 37. If x square plus 1 x square plus x plus 1 is a factor of ഇതിൻ്റെ ഫാക്ടറാണ് a x cube plus b x cube plus c x plus d. So a x cube plus b x square plus c x plus d ൻ്റെ ഫാക്ടറാണ്. ഒരു ലീനിയർ ഉണ്ട്, മറ്റ് ക്വാഡ്രാറ്റിക് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ദെൻ ദ റിയൽ റൂട്ട്, ഇതിന് എത്ര റൂട്ട് ഉണ്ടാവും? 3 റൂട്ട് ഉണ്ടാവും. അതിൽ ഇത് രണ്ടെണ്ണം ദർ വിൽ ബി ടോട്ടലി 3 റൂട്ട്സ്. ഓൾ ടുഗദർ ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ ഹാസ് 3 റൂട്ട്സ്. രണ്ടെണ്ണം ഇതിൻ്റെ അകത്തുനിന്ന് തരുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ ലീനിയർ ഫാക്ടർ അതിനെ കണ്ടെടുക്കുകയും വേണം. സോ യു ഹാവ് ബീൻ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ റിയൽ റൂട്ട് ഏതാണ്. ഇതിൻ്റെ റൂട്ടുകൾ ഏതൊക്കെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് നമ്മളിത് പലപ്പോഴായി കണ്ട എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇതിൻ്റെ റൂട്ടുകൾ ഏതൊക്കെയാണ്? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിൻ്റെ ആ സമയത്ത് കണ്ടല്ലോ. ദാറ്റ് ഇസ് ഒമേഗ. സോൾവ് ചെയ്ത് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് I root 3 divided by 2, that is omega square. So 2 roots are omega square. ഇതിന് മൊത്തം എത്ര റൂട്ട്സ് ഉണ്ട്? 3 റൂട്ട്സ് ഉണ്ട്. സോ 2 റൂട്ട്സ് കിട്ടി. ഏതൊക്കെയാണ് 2 റൂട്ട്സ്? ഒമേഗ സ്ക്വയർ. ലെറ്റ് the roots be alpha omega square. How do you find the product of the roots? Alpha into omega square. This is equal to alpha into omega cube. That is equal to എന്തായിരിക്കും? Product of the roots minus b by a c by a minus b c minus d by a. Product of the roots minus d by a. That is equal to minus d by a. Omega cube in the value 1 ആണ്. So omega alpha into 1 is equal to minus d by a. Let the roots be alpha, omega and omega square. ഇത് രണ്ടും കിട്ടി. ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും ഇമാജിനറി റൂട്ട്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് റൂട്ട്. The real roots is alpha. So alpha is equal to what? Minus d by a. Option A. 38ാമത്തെ ചോദ്യം. സോറി 38ാമത്തെ ചോദ്യം. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? If alpha and beta are the roots of the equation x square minus p into x plus 1 minus q equal to 0. Alpha and beta are the roots of the equation x square minus p into the standard formula x square minus px minus p plus q equal to 0. Alpha and beta are the alpha plus beta is equal to p and alpha beta is equal to minus of p plus q. Then the value of alpha square plus 2 alpha plus എന്ന വലിയ ഒരു വലിയ ചോദ്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ JEEക്കൊക്കെ ചോദിക്കുന്ന ചോദ്യം. പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ബീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ബീറ്റ സ്ക്വയർ പ്ലസ് 2 ബീറ്റ പ്ലസ് തീറ്റ.
തീറ്റ. ചോദ്യത്തിൽ എറർ ഉണ്ട്. നോട്ട് തീറ്റ, ഇറ്റ് ഇസ് ക്യൂ, അല്ലെങ്കിൽ പി ആയിരിക്കും, ക്യൂ തന്നെ. സോ വെൻ യു ലുക്ക് അറ്റ് ഇതിനെ നോക്കുമ്പോൾ ഇതിനെ ആസ് സച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ദിസ് ഇസ് ആൽഫ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതെന്താ, ദിസ് ഇസ് ഒരു 1 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് 1 എന്തോ beta plus 1 whole square, that is adding and subtracting 1. ഇത് കുറച്ച് നമുക്ക് ഉണ്ട് ചെയ്യാം. സോ ടേക്കിംഗ് ദ LCM എന്താ വരിക? ആൽഫ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ക്യൂ മൈനസ് 1. ന്യൂമറേറ്ററിൽ എന്ത് വരും? Numerator will be alpha plus 1 whole square into beta plus 1 whole square plus ഇത് നമ്മൾ കേട്ടോ നോക്കാം. ബീറ്റ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ശ്രമിച്ച് നോക്കാം ആൽഫ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ക്യൂ മൈനസ് 1. സിംപ്ലിഫിക്കേഷൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ വഴിയില്ല. ദിസ് ഇസ് ഈക്വൽ ടു alpha plus 1 beta plus 1 whole square, alpha plus 1 beta plus 1 ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 times alpha plus 1 whole square beta plus 1 whole square plus ഇവിടെ എന്തുണ്ട്, കളർ ചേഞ്ച് ചെയ്തിടാം, ഇത് ഇൻറ്റു ദ സോ ക്യൂ മൈനസ് 1 ഇൻറ്റു കോമൺ ആണ് ഇവിടെ ആൽഫ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആൽഫ പ്ലസ് 1 ഹോൾ സ്ക്വയർ, ഇത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണല്ലോ, ബീറ്റ പ്ലസ് 1 ഹോൾ സ്ക്വയർ plus q minus 1 into alpha plus 1 whole square plus beta plus 1 whole square plus ഒറ്റ കാര്യം കൂടി ഉണ്ട് q minus 1 whole square. So what is alpha plus 1 beta plus 1? അതിൻ്റെ വാല്യൂ ഒന്ന് കാണാം. That is alpha beta പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 1. അത് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണത്? ആൽഫ പ്ലസ് ബീറ്റ പി ആണ്. സോ ദിസ് ഇസ് മൈനസ് പി മൈനസ് ക്യൂ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ പി പ്ലസ് 1 1 minus q 2 into ഇത് കിട്ടിയല്ലോ, ആൽഫ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ആൽഫ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ബീറ്റ പ്ലസ് 1 ഹോൾ സ്ക്വയർ, അത് q again q1 minus q whole square plus q minus 1 into alpha plus 1 whole square plus beta plus 1 whole square plus എന്താണ് q minus 1 whole square again. ഇത് രണ്ടും കൂടി ഏത് രണ്ടും കൂടി ഇതും ഇതിൻ്റെ വാല്യൂ ആയിട്ടുള്ള ഇതും കൂടി രണ്ടായും കൂടി കമ്പൈൻ ചെയ്ത് എന്ത് കിട്ടും? 2 times q minus 1 whole square. That means both of them cancels, value is equal to 1. ഒന്നുമില്ല, സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ഒന്ന് നോക്കിയാൽ മതി, വീണ്ടും ഒന്ന് പരിശോധിക്കുക എന്താ ചെയ്തതെന്ന്.
ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രം. ഒന്ന് ഓടിച്ചു നോക്കുക. അതിൻ്റെ അകത്ത് ഒന്ന് പോസ് ചെയ്താൽ മതി. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം എന്താണ് സിംപ്ലിഫിക്കേഷൻ ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 39. Question number 39. Sum of the roots adara, sum of the roots is equal to their product. Simple question. Sum of the roots. What is sum of the roots? Minus 2 by a is equal to 3a by a cancel. What is asked? A1, then the value of a, minus 2 by 3 equal to a. 40. If alpha and beta are the roots of the equation ax square plus bx plus b equal to 0, then the value of alpha and beta are the roots of this. Therefore, alpha plus beta is equal to minus b by a, and alpha beta is equal to b by a. Okay, and then a square b b. Okay, you have been asked to find the root of alpha by b. ഒരു പഴയ ചോദ്യമാണ്. ബീറ്റ ബൈ പുതിയ ചോദ്യമൊന്നുമല്ല. പ്ലസ് റൂട്ട് ഓഫ് ബീറ്റ ബൈ ആൽഫ അല്ല, എറർ ഉണ്ട്. ഈ പാർട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്ന, കാരണം അതങ്ങനെയാണെങ്കിൽ ഇത് 2 ടൈംസ് നിന്നാൽ പറയാം. ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ പ്ലസ് റൂട്ട് ഓഫ് ബി ബൈ എ ആണെന്ന് എൻ്റെ ഓർമ്മ. നോക്കാം, ഓർമ്മ അങ്ങനെയാണ്. ഓക്കെ, നോക്കാം. ഇത് കമ്പൈൻ ചെയ്യാം. We will combine these two. So when I take LCM, alpha plus beta divided by root of alpha beta plus root of b by a. So alpha plus beta എന്താണ് കിട്ടിയത്? So answer is correct. Minus b by a by root of b by a plus root b by a. ഇവിടെ എന്താവും? ഇത് രണ്ടും കൂടി ക്യാൻസൽ ആവും. You can cancel this too. ഈ റൂട്ടും ഇങ്ങോട്ടും. So what will become there? ഒരു minus of root b by a plus root b by a. Answer is 0. Option A. A is the correct answer. Question number 41. Difference between the corresponding roots of രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻ, x square plus ax plus b equal to 0 and x square plus bx plus a equal to 0. So, difference between the corresponding roots. ഇതിൻ്റെ റൂട്ട്സ് നമ്മുടെ ഡിഫറൻസ്. ആൽഫയും ബീറ്റ ഇതിൻ്റെ റൂട്ടാണെന്ന് വിചാരിക്കുക. ഗാമ ആൻഡ് ഡെൽറ്റ ബി ദ റൂട്ട്സ് ഓഫ് ദിസ്. So, alpha minus beta is equal to gamma minus delta. This is what is given. But what we know? Alpha plus beta and alpha beating കണ്ടുപിടിക്കാം. Okay, so that means squaring. Then square ചെയ്ത് കഴിഞ്ഞാൽ squaring എന്താവും? Alpha minus beta whole square is equal to gamma minus delta whole square. That means alpha plus beta whole square minus 4 alpha beta is equal to gamma plus delta whole square minus 4 gamma delta. ഇതിൻ്റെ അകത്ത് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് ബി ബൈ എ. സോ മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് 4 ടൈംസ് ആൽഫ ബീറ്റ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് 4b by a. ഐ മീൻ സി ബൈ എ ആവണം, സീൻ്റെ സ്ഥാനത്ത് ബി ആണ്. ഇസ് ഈക്വൽ ടു ഗാമ മൈനസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4 ടൈംസ് a. A square minus 4b is equal to b square minus 4a. So that means a square minus b square plus 4a minus 4b equal to 0, or a minus b into a plus b plus 4. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടും ആൻസർ. a minus b is taken outside. What remains? a plus b plus 4 equal to 0. This 0 ആവില്ല. a and b are different roots. So the option is a plus b plus 4 is equal to 0. Option C. a minus b 0 ആവില്ല. a minus b 0 ആയാൽ a equal to b. രണ്ടും വെവ്വേറെ റൂട്ട്സ് അല്ല. റൂട്ട്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടില്ല.
Question number 42. 42ാമത്തെ ചോദ്യം. Alpha and beta are the roots of the equation x square plus px plus 1 equal to 0. So alpha plus beta is equal to minus p, alpha beta is equal to 1, and gamma and delta are the roots of the equation x square plus qx plus 1 equal to 0. അങ്ങനെയാണെങ്കിൽ ഗാമ പ്ലസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ, ഗാമ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1. സോ യു ബീൻ ആസ്ക്ഡ് ടു ഫൈൻഡ് ആൽഫ മൈനസ് ഗാമ ഇൻറ്റു മീറ്റ മൈനസ് ഗാമ ഇൻറ്റു ആൽഫ മൈനസ് ഡെൽറ്റ ഇൻറ്റു ബീറ്റ മൈനസ് ഡെൽറ്റ, ഇതിൻ്റെ വാല്യൂ എന്താണെന്ന്. ഓക്കെ, ദേ ആർ സിമിലർ. രണ്ടും കമ്പൈൻ ചെയ്യാം. ആൽഫ മൈനസ് ഗാമ ഇൻറ്റു ആൽഫ മൈനസ് ഡെൽറ്റ ഇൻറ്റു ബീറ്റ മൈനസ് ഗാമ ബീറ്റ മൈനസ് ഡെൽറ്റ, ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ ഇൻറ്റു ഗാമ പ്ലസ് ഡെൽറ്റ പ്ലസ് ഗാമ ഡെൽറ്റ ഇൻറ്റു ബീറ്റ സ്ക്വയർ, അടുത്ത ബ്രാക്കറ്റ്, മൈനസ് ബീറ്റ ഇൻറ്റു ഗാമ പ്ലസ് ഡെൽറ്റ പ്ലസ് ഗാമ ഡെൽറ്റ. ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ ഇൻറ്റു ഗാമ പ്ലസ് ഡെൽറ്റ പ്ലസ് ക്യൂ പ്ലസ് 1 ഇൻറ്റു ബീറ്റ സ്ക്വയർ ഗാമ ഡെൽറ്റ മൈനസ് ക്യൂ പ്ലസ് ബീറ്റ ഇൻറ്റു ക്യൂ പ്ലസ് 1 ഈക്വൽ ടു 0. Okay, any other gym. So what we can do is that alpha is a root of this. That means what? Alpha square plus p alpha plus 1 equal to 0, or alpha square is equal to minus p alpha minus 1. So you can write minus p alpha minus 1 plus q alpha plus 1. 1 cancel. Into beta is also a root of this. So beta square is equal to minus p beta minus 1. Beta is substituted. So you will get minus p beta minus 1 plus q beta plus 1. That is equal to 0. Equal to 0. So this also gets cancelled. What remains is minus alpha പുറത്തേക്ക് എടുത്താൽ p minus q, minus beta പുറത്തേക്ക് എടുത്താൽ p minus q, alpha beta into p minus q whole square. What is alpha beta? 1. So this is p minus q whole square, option B. Option B. Question number 43. Let ചോദ്യം. Let alpha and beta be the roots of the equation x minus a into x minus b equal to c. Then the roots of this equation, അതിനകത്ത് എന്താ ഒരു പ്ലസ് സി ഇട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം? എയും ബിയും ഒന്നല്ല ഇതിൻ്റെ റൂട്ട്, കാരണം സി ഉള്ളിടത്താണ്. സിംപ്ലിഫൈ എക്സ് സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ഈക്വൽ ടു സി. No, minus c is equal to 0. So alpha and beta are the roots of this. And what is the
root of this equation. Alpha and beta are the roots of this equation. So alpha and beta satisfies this. Okay. So what is the root of this? X minus alpha into x minus beta plus c equal to 0. X square minus alpha plus beta plus alpha beta plus c equal to 0. Alpha and beta are the roots of the sum of the roots minus b. What is that? Alpha plus beta and then it is nothing but a plus b. Minus sum of the roots plus product. What the quadratic equation? X square minus sum of the roots into x plus product of the roots. F of x is equal to formation of a quadratic equation whose roots are alpha and beta. Alpha beta root ആണെങ്കിൽ അതിന് ഈ ഫോർമാറ്റിൽ എങ്ങനെ എഴുതാം? ശരിക്കും എഴുതാൻ പറ്റുന്നത് x square. ആ quadratic equation എന്താ? Quadratic equation whose roots are alpha and beta ആണ് x square minus alpha plus beta into x plus alpha beta is equal to 0. Alpha beta സ്ഥാനത്ത് എന്താണ്? a b minus c. So substitute here x square minus a plus b into x plus alpha beta എന്താ? a b minus c പിന്നെ ഇവിടെ plus c equal to 0. So what remains? c and c cancel out. So we get an equation x square minus a plus b into x plus ab equal to 0. This is a quadratic equation whose roots are a comma b. നേരിട്ടതിലേക്ക് ഉത്തരത്തിലേക്ക് വരാവുന്നതേ ഉള്ളൂ. 44 x square plus 6x minus 27 is greater than 0 and x square minus 3x minus 4 is less than 0. Then ഇതിൻ്റെ സൊല്യൂഷൻ ആണ് ചോദിച്ചത്. ഇത് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. യെസ്, x plus 9 into x minus 3 is greater than 0 അല്ലേ? 6x 9 minus 2 x minus 4 into x plus 1 is less than 0. ഒറ്റ ആദ്യത്തെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പം 1 0 മൈനസ് 9ഉം 3യുമാണ്. സോ ദ ഇക്വേഷൻ പോസിറ്റീവ് ലീഡിങ് കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണ്, ഓപ്പണിംഗ് അപ്വേർഡ്സ്. ഗ്രാഫ് ഈ രൂപത്തിൽ പോകും. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടാണ്, ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 9 ഓർ 3 to infinity. ഇനി അടുത്ത ഗ്രാഫ് ഞാൻ വേറൊരു ഇതിൽ വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഗ്രാഫ് സൊല്യൂഷൻസ് എന്താ? x is equal to 4ഉം x is equal to minus 1ഉം. അപ്പോൾ -1 ഇവിടെ ഉണ്ടാവും, 4 ഇവിടെ ഉണ്ടാവും. ദ ഗ്രാഫ് വിൽ ബി ഇൻ ദിസ് ഫോം. ഇതിൻ്റെ ലെസ് ദാൻ 0 എന്ന് പറയുന്ന ഭാഗം ഏതാ? ഈ പാർട്ടായിരിക്കും. അങ്ങനെയാവുമ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 0 നെഗറ്റീവ് ആവുന്നത് -1 to 4. ഇവിടെ 3 to infinity -1 to 4, അതായത് 3 to infinity ഒരു ഭാഗത്തുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം -1 to 4 ഒരു ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ 3 to infinity അങ്ങോട്ട് പോകുന്ന ഭാഗം ഇൻഫിനിറ്റി. ഇതിൽ കോമൺ ആയിട്ടുള്ള ഭാഗം ഏതാ? രണ്ടിനകത്ത് കോമൺ ആയിട്ടുള്ള ഭാഗം ഏതാ? 3 to infinity. So x lies between 3 and 4. രണ്ടും ഒരേ ഗ്രാഫിൽ വരച്ചു. ഒന്നുകൂടി പറയണമെങ്കിൽ പറയാം, ഇത് പ്ലോട്ട് ചെയ്തു. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഈ പാർട്ട് -infinity to -9 ആൻഡ് 3 to infinity മോർ ദാൻ 3. ലെസ് ദാൻ 0 എന്ന് പറയുന്നത് -1 to 4. ഇതിന് രണ്ടിനും കൂടി കോമൺ ആയിട്ടുള്ള ഒരൊറ്റ ഭാഗമേ ഉള്ളൂ. അതേതാണ് ഭാഗം? ദിസ് ഇസ് ദ റീജിയൻ കോമൺ ടു ബോത്ത്. സോ വാട്ട് ഇസ് ദാറ്റ്? 3 less than 4. Question number 45. X is real. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ്. x square minus 3x നിങ്ങൾ സ്വന്തം ചെയ്യാവുന്നുള്ളൂ. ഡിവൈഡ് ബൈ x square plus 3x plus 4. This is equal to lambda എന്ന y എന്തെങ്കിലും കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. യൂസ് b square minus 4ac because roots are real roots ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 46
Question number 46. Find the value of k for which 3 lies between the roots of this equation. ഈ ഇക്വേഷൻ്റെ റൂട്ടിൻ്റെ ഓപ്പണിംഗ് അപ്വേർഡ്സ് ആണോ, ലീഡിംഗ് കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണ്. അതിൻ്റെ റൂട്ട്സ് ഇത് ആൽഫയും ബീറ്റയാണെന്ന് വിചാരിക്കാം. നമുക്ക് വിൽ ടേക്ക് ഇറ്റ് ആസ് ആൽഫ ആൻഡ് ബീറ്റ. ദിസ് ഇസ് ആൽഫ ആൻഡ് ദിസ് ഇസ് ബീറ്റ. ഇഫ് 3 lies between this, if 3 lies between these two, what do you know about the value of this function? That is, what do you know about f of 3? F of 3 will be always less than 0, negative ആയിരിക്കും. Okay, f of x is less than 0. ഈ കണ്ടീഷൻ നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്ത ലൈസ് ബിറ്റ്വീൻ 2. എഫ് ഓഫ് 3 എന്താണെന്ന് നോക്കാം. ഇത് 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 3 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2k ഇൻറ്റു 3, അത് നിങ്ങളങ്ങ് ചെയ്താൽ മതി, പ്ലസ് k square minus k minus 2 is less than 0. 9 plus 3 plus 6k plus k square minus k minus 2 is less than 0. So that means k square plus 5k, the boy 9 minus, that is 12 minus 10, sorry, plus 10 is less than 0. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുന്നു. ഇക്വേഷനിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവണം. 9 3 plus 6k, k square minus k minus 2, k square 6k minus k plus 5k plus 9 plus 3 12 12 പിന്നെന്താ പ്ലസ് 10, കുഴപ്പമൊന്നും കാണുന്നില്ല. ഇതൊന്ന് ഫാക്ടറൈസ് ചെയ്യണം. സോ ദിസ് ഇസ് സമ്മിൽ എന്തോ എവിടെയോ ഒരു ചെറിയൊരു പ്രശ്നം വന്ന മാതിരിയുണ്ട്. മൈനസ് കെ ഇസ് ലെസ് ദാൻ 0. എവിടെയോ ഒരു ചോദ്യത്തിൽ എന്തെങ്കിലും പാളിയോ? ആൽഫ ബീറ്റ, സോ കെ സ്ക്വയർ ക്വസ്റ്റ്യനിൽ എന്തോ എറർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇറ്റ് സീംസ് ദർ ഇസ് സം പ്രോബ്ലം. ക്വസ്റ്റ്യനിൽ എന്തോ ഒരു എറർ ഉണ്ട്. ഒന്നുകിൽ ഈ എനിക്ക് തോന്നുന്നു ഇത് മൈനസ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും. എറർ ഉണ്ട് ചോദ്യത്തിൽ എന്തായാലും. ഇത് ലെസ് ദാൻ 0, ഇതിൻ്റെ റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കാം എന്തായാലും. ചോദ്യം ഈ രൂപത്തിൽ അങ്ങനെ പോട്ടെ. എന്തോ ഒരു എറർ ഉണ്ടാവും ചിലപ്പോൾ ടൈപ്പോഗ്രാഫിക്കൽ എന്തായാലും നോക്കാം. ഇതിൻ്റെ റൂട്ട്സ് എന്താ? എക്സ് is or k is equal to -5 plus or minus root of b square 25, no real roots. b square minus 4ac അല്ല. അപ്പം ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് ഈ രൂപത്തിലാണ് വരുന്നത്, നോ റിയൽ റൂട്ട്സ്. അപ്പോൾ അത് ഓൾവേസ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നോ സൊല്യൂഷൻ അറ്റ് ഓൾ. ഇതിന് സൊല്യൂഷൻ ഇല്ല. ചോദ്യത്തിൽ എന്തോ ഒരു എറർ വന്നാവുന്നു. സാധാരണഗതിയിൽ ഇത് വരുമ്പം ഇങ്ങനൊരു കേർവ് ആയിരിക്കും വരിക. അത് ലെസ് ദാൻ 0 ഇവിടെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്താൽ കിട്ടും. ഇതിൽ ചോദ്യത്തിൽ എവിടെ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു പ്ലസോ മൈനസ് എന്തോ മാറിപ്പോയതായിരിക്കാം. സോ അതുകൊണ്ട് മെത്തേഡ് ഇതാണ്. ഈ ചോദ്യത്തിൽ പ്രത്യേകിച്ച് ഉത്തരം നൺ ഓഫ് ദിസ്. ഒന്നുകിൽ നിങ്ങൾ ഓപ്ഷൻ മാറ്റാം, അല്ലെങ്കിൽ ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു എറർ വന്നതാവാം എന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണ്. ഒന്നുകിൽ ഓപ്ഷൻ എറർ ഉണ്ട്, അല്ലെങ്കിൽ ചോദ്യത്തിന് ഒരു എറർ ഉണ്ട്. എറർ ഇത്രയേ ഉള്ളൂ, ഏതൊരു സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. അതായത് ഇത് ഫാക്ട് ചെയ്യത്തക്ക രീതിയിൽ കിട്ടണം. ഇതിന് തെറ്റൊന്നുമില്ല. ഫാക്ടറൈസ് ചെയ്യത്തക്ക രീതിയിൽ ഇത് കിട്ടണം. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ നോ റിയൽ റൂട്ട്സ്. b square minus 4ac ലെസ് ദാൻ 0, അതുകൊണ്ട് ഇല്ല, നോ സൊല്യൂഷൻ. സോ ദർ ഇസ് സം പ്രോബ്ലം വിത്ത് ക്വസ്റ്റ്യനിലുള്ള എറർ ആവാം. ഇനി ചോദ്യം 47. ഇക്വേഷൻ എന്താണ്? കോസ് പി മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് കോസ് പി എക്സ് പ്ലസ് സൈൻ പി ഈക്വൽ ടു 0 എന്തായിരിക്കുന്നത്? ഈ
is a variable in the variable x has real roots, then p can take the values in this. Has real roots means b square minus 4ac is greater than or equal to 0. b square എന്ന് പറഞ്ഞാൽ cos square p minus 4 into cos p minus 1 into sin p is greater than 0. ഒരു കാര്യം ഉറപ്പാണ്, this is positive, minus cos p negative, ഈ പാർട്ട് എന്താ cos p minus 1, cos value of always less than 1, അപ്പം this is negative, അപ്പം negative of negative, ഈ പാർട്ട് positive, so the entire thing is positive. ഇത് greater than 0 ആവണമെങ്കിൽ sin x എന്തായിരിക്കണം, sin p also must be positive. ഇത് പോസിറ്റീവ് ആണ്. cos p less than 1, maximum value of cos is 1, so cos p minus 1 is negative, negative of negative, this part is also positive. അപ്പോൾ അതുകൊണ്ട് സൈനും പോസിറ്റീവ്, സൈൻ is positive means sin p is greater than, that is positive means p belongs to first quadrant or second quadrant option. Options D. 48ാമത്തെ ചോദ്യം 48. The number of real solution to the equation sin e raised to x is equal to 5x plus 5 raised to minus x. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഈ രണ്ടും ഞാൻ പറയാം ഇവിടെ. ഒന്ന്, സാധാരണ ഇത് ക്വാഡ്രാറ്റിക് ആക്കിയിട്ട് ചെയ്യാം. 5 raised to x plus 1 divided by 5 raised to x. When you multiply, you will get 5 raised to x into sin e raised to x is equal to 5 raised to x whole square plus 1. Or when you take this to this side, 5 raised to x whole square plus sin e raised to x into 5 raised to x minus 1 equal to 0. 5 raised to x ന് ഒരു capital X ഉണ്ടെങ്കിൽ വിളിച്ചാൽ, capital X ന് വിളിച്ചാൽ you will get x square plus sin e raised to x into x minus 1 is equal to 0. It's an equation, quadratic equation in 5 raised to x. So as the real solution, therefore b square minus 4ac is greater than or equal to 0. Sin e raised to x whole square minus 4 is greater than or equal to 0. That means sin e raised to x whole square is greater than or equal to 4. Sin e raised to x is greater than or equal to 2. This is a nonsense. ഇങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താ, ഇങ്ങനെ എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ട് എഴുതാൻ പറ്റില്ല? റീസൺ എന്താ? റീസൺ ഇസ് നത്തിങ് ബട്ട് എന്ത്, സൈൻ വാല്യൂ ഇസ് മാക്സിമം. അതുകൊണ്ട് ഒരിക്കലും പറ്റില്ല. Therefore infinitely number of real solutions, no solutions, or number of solutions is 0. ഇതിന് മറ്റൊരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എല്ലാ ചോദ്യം ചെയ്യാൻ പറ്റില്ല. സപ്പോസ് ദി ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ദിസ്, tan x is equal to e raised to x. ഇതൊരു ട്രിക്കാണ് സോൾവ് ചെയ്യാനുള്ള. സോ ഹൗ ക്യാൻ വി സോൾവ് ദിസ് ഇക്വേഷൻ? ഇതിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ, അപ്പോൾ ഉദാഹരണത്തിന് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ്, ടാൻ എക്സ് വേണമെന്നില്ല, വേറെ എന്തെങ്കിലും ഒരു എക്സ് സ്ക്വയർ, എങ്ങനെ സോൾവ് ചെയ്യാം? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം, പുട്ട് ദിസ് ആസ് വൈ എന്ന് എടുക്കുക, എന്നിട്ട് ഒരേ ആക്സസിൽ വരയ്ക്കുക. ടാനിൻ്റെ ഗ്രാഫ് നമുക്കറിയാം അല്ലേ, അത് ടാനിൻ്റെ ഗ്രാഫാണത്. ഇനി ഇ റേസ് ടു എക്സിൻ്റെ ഗ്രാഫ് എന്താ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ചോദ്യം വരുന്ന ഹൗ മെനി സൊല്യൂഷൻസ് ഡസ് ഉണ്ടാവും ഇൻ ദിസ് എ പെർട്ടിക്കുലർ ഇൻ്റർവെലിനാണ്. ഇത് എത്ര സ്ഥലത്ത് കൂട്ടിമുട്ടുന്നെന്ന് മാത്രം നോക്കിയാൽ മതി. അടുത്തത് ഇതിൽ കൂടി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടാൻ്റെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം കൂടി, ഇല്ലെങ്കിൽ അത് തമ്മിൽ കൂട്ടിമുട്ടില്ല. സോ ഇതാണ്, രണ്ടും ഒരേ ആക്സസിൽ വരയ്ക്കുക. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ഗ്രാഫ് നമുക്കറിയില്ല. ഇതിൻ്റെ സൈൻ ഇ റേസ് ടു എക്സിൻ്റെ ഗ്രാഫ് അറിയില്ല. 5 റേസ് ടു എക്സിനും ഈ 5 റേസ് ടു മൈനസ് എക്സിനും ഗ്രാഫ് നമുക്കറിയില്ല. അതുകൊണ്ട് മാത്രം എ റേസ് ടു എക്സിനും നമുക്കറിയാം, ഇതിൻ്റെയും വെവ്വേറെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യാതിരുന്നത്. ഇത്തരം മെത്തേഡുകളിൽ ഒരേ ആക്സസിന് മുകളിൽ പ്ലോട്ട് ചെയ്യുക, എന്നിട്ടെന്താ ഫൈൻ തന്നെ. ഇറ്റ്സ് എ വെരി ഫൈൻ, വെരി സിമ്പിൾ ട്രിക്ക് ഫോർ സോൾവിങ് ദി ഇക്വേഷൻസ്, such equations. In 49, question number 49.
Alpha and beta are the roots of this equation. Alpha and beta are the roots of the equation 4x square plus 3x plus 7 equal to 0. Alpha plus beta is equal to minus 3 by 4. Alpha beta is equal to 7 by 4. You have been asked to find this straight question. This is equal to alpha cube plus beta cube divided by alpha beta whole cube. Identity ഉപയോഗിക്കുക. Alpha plus beta whole cube minus 3 alpha beta into alpha plus beta എന്നുള്ള ഐഡൻറ്റിറ്റി ഉപയോഗിക്കുക. എന്നിട്ട് ഈ വാല്യൂസ് എടുത്ത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചോദ്യമുണ്ട്, 1 root of the equation ax square plus bx plus c equal to 0 is the reciprocal. 1 root of the equation ax square plus bx plus c is equal to is the reciprocal of 1 root of this. Ax square plus bx plus c is equal to 0 is the reciprocal of 1 root of ഇതിൻ്റെ ഒരു റൂട്ട് ആൽഫയാണെന്ന് വിചാരിക്കുക. So a alpha square plus b alpha plus c is equal to 0. Relation number 1. 1 root of this equation is the reciprocal of 1 of the root. അപ്പോൾ അതിൻ്റെ അടുത്തതിൻ്റെ റൂട്ട് എന്താ? a dash into 1 by alpha square plus b dash into 1 by alpha plus c dash is equal to 0. ആൽഫ സ്ക്വയറിനെ കൊണ്ട് മൊത്തമായി മൾട്ടിപ്ലൈ ചെയ്താൽ c dash into alpha square plus b dash into alpha plus a dash equal to 0. Relation number 2. ഇതിന് ഇനി 1 root of the equation is the reciprocal of 1 root if and only if. ഇതിൻ്റെ അകത്ത് നമുക്ക് കോമൺ റൂട്ട് ആണെങ്കിൽ സോൾവ് ചെയ്ത് നോക്കാം. എന്തുണ്ടാവും? സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ആൽഫ ഡിവൈഡഡ് ബൈ ഇത് രണ്ടിനും എന്താ പ്രത്യേകത? ആൽഫയാണ് ഇതിൻ്റെ കോമൺ റൂട്ടുകൾ അല്ലേ? അതുകൊണ്ടാണ് ഇത് ഞാൻ ഇത് രണ്ടിൻ്റെയും ഇതിൻ്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ ഇതിൻ്റെ കോമൺ റൂട്ടാണ് ആൽഫ. അതുകൊണ്ട് എന്താ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു എ ഡാഷ് മൈനസ് സി ഇൻറ്റു ബി ഡാഷ് ഇസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ സി ഇൻറ്റു സി ഡാഷ്. Alpha divided c into c dash minus a into a dash is equal to 1 divided by a into b dash minus b into minus b into c dash. Alpha square is equal to എന്താണ്? b a dash minus c b dash divided by a b dash minus b c dash. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് രണ്ടിൻ്റെ അകത്തുനിന്ന് ആൽഫ എന്തായിരിക്കും? അല്ലെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു എടുത്ത് നോക്കാം. സി സി ഡാഷ് മൈനസ് എ ഡാഷ് ഡിവൈഡ് ബൈ എ ബി ഡാഷ് മൈനസ് ബി സി ഡാഷ്. ഇത് ആൽഫ, ഇത് ആൽഫ സ്ക്വയർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വേണം. അതുകൊണ്ട് എന്താ ദിസ് പാർട്ട് ഇസ് ഈക്വൽ ടു ദിസ് പാർട്ട് സ്ക്വയർ അല്ലേ? ബി എ ഡാഷ് സി ബി ഡാഷ് ഡിവൈഡഡ് ബൈ എ ബി ഡാഷ് ബി സി ഡാഷ്. ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയറിൻ്റെ പാർട്ടിനാൽ സി സി ഡാഷ് മൈനസ് എ ഡാഷ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി ഡാഷ് മൈനസ് സി ബി ഡാഷ് ഹോൾ സ്ക്വയർ. ഇതിൻ്റെ അകത്ത് ക്യാൻസലേഷൻ ഇപ്പോൾ തന്നെ കിട്ടും നമുക്ക്. ഇതൊന്ന് പോയി, ഇത് പോയി, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സി ഇതാ അവിടെ കിട്ടി. സി സി ഡാഷ് എ ഡാഷ് അത് തന്നെയാണ് എ ഡാഷ് മൈനസ് സി ഡാഷ് ഇസ് ഈക്വൽ ടു ബി സി ഡാഷ് മൈനസ് എ ബി ഡാഷ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ കിട്ടും ഓപ്ഷൻ എ. മൈനസ് എടുത്ത് പുറത്തിടേണ്ടി വരും ചിലപ്പോൾ. ടേക്ക് മൈനസ് ഔട്ട് സൈഡ്. ഓക്കെ.